ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു മീൻചന്തയാക്കി മാറ്റിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ. നിലവാര തകർച്ച എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിലവാര തകർച്ച ഒരു മലയാള സീസണിലും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് അതപ്പതിച്ച ഒരു ഇൻസിഡന്റും അതപ്പതിച്ച ഒരു വഴക്കും ഉയ്യോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ പോലും എനിക്ക് അറപ്പൊക്കെ ഉണ്ട്. അത്രയ്ക്ക് വെറുപ്പിച്ച് കളഞ്ഞ ജാസ്മിനും വേറെ ഗബ്രിയും എല്ലാരും കൂടി പവർ ടീം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അതില് പവർ ടീം മെയിൻ ആയിട്ടും ഗബ്രി പവർ ബെൽ അടിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും എടിപ്പിക്കുന്നുണ്ട് റസ്മിനും അർജുനും കൂടി. ജിൻഡോയ്ക്ക് അതിന് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. പിന്നെ എന്തേലും ആട്ടെ എന്ന് വെച്ചു ജിൻഡോ ആണെങ്കിലും ഫേവേഴ്സ് ആണെന്ന് പറയുകയില്ല. പവർ ബെൽ അടിച്ചതിന് ഏറ്റവും എടിപ്പിച്ചു. അത് ഓർത്തു നോക്കണം. അതപ്പതനം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് അതപ്പതനം. ഇത് കഴിഞ്ഞ് ജിൻഡോ ചൂല് കത്തി വെച്ച് കട്ട് ചെയ്ത ആ ഒരു ഇൻസിഡന്റ് എടുത്തിട്ടോ എല്ലാരും കൂടി. അത് വലിയ ആന കുറ്റമാണെന്ന് പറഞ്ഞ് എല്ലാരും കൂടി ഒരേ ന്യായീകരണം ശരിക്കും വെറുപ്പിച്ച് കളഞ്ഞു. ഗബ്രിയൊക്കെ ന്യായീകരിച്ച് മെഴുകി അങ്ങോട്ട്. അയ്യോ ജാസ്മിന്റെ അടിവസ്ത്രങ്ങൾ ജാസ്മിൻ ലിവിംഗ് റൂമിൽ 1 മണിക്കൂറായിട്ട് ഇട്ടിരിക്കുന്നു എന്നൊരു ആരോപണം ജിൻഡോ ഉന്നയിച്ചു. ജിൻഡോ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. ജിൻഡോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അതാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. പിന്നെ അതിനെ തുടർന്ന് ജാസ്മിൻ ജിൻഡോനെ പറഞ്ഞതിനൊന്നും ഒരു കൈയും കണക്കുമില്ല. തന്തയില്ലാത്തവൻ എന്ന് വരെ ജാസ്മിൻ വിളിച്ചു. അതാണ് അതിന്റെ ഒരു പീക്ക് മൊമെന്റിലാണ് ജാസ്മിൻ അങ്ങനെ വിളിച്ചത്. ജിൻഡോ അത് എടുത്ത് പൊക്കി കാണിച്ചില്ല. എടുത്ത് പൊക്കി കാണിക്കാഞ്ഞിട്ട് തന്നെ ഇങ്ങനെ എടുത്ത് പൊക്കി കാണിച്ചിരുന്നെങ്കിൽ എന്തായാലും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതവിടെ കിടപ്പുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ജിൻഡോ ചെയ്തത്. അതിന് ഇത്രയും രോഷാകുലയാവേണ്ട കാര്യമൊന്നുമില്ല. ജാസ്മിൻ ജാഫറിന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം, ബ്രാഡ പരസ്യങ്ങൾ വരെ ജാസ്മിൻ ചെയ്തിട്ടുണ്ട്. അത് ഇത്ര ഓപ്പൺ ആയിട്ട് ഇത് പറയാൻ പറ്റത്തുള്ളൂ. അതിനൊന്നും ഒരു പ്രശ്നമില്ലാത്ത ജാസ്മിൻ, അല്ലെങ്കിൽ രാത്രി സമയത്ത് ഗബ്രിയുമായിട്ട് ഉമ്മ വെച്ച് നടക്കുന്ന ഈ ഷോയെ 18+ നിലവാരത്തിലേക്ക് ആക്കുന്ന ജാസ്മിൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അത്രയ്ക്കും പൊട്ടിത്തെറിക്കാനുള്ള ഒരു കാരണവുമില്ല. ജിൻഡോ അത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, എടുത്ത് പൊട്ടി കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ ജാസ്മിൻ ഗബ്രി ഡ്രസ്സിംഗ് റൂം വിഷയത്തിന്റെ വീഡിയോ ലാലേട്ടൻ വന്നപ്പോ കാണിച്ചിരുന്നു. ആ സമയത്ത് ജിൻഡോ എന്തോ ഒരു മോശമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുവെന്നും പിന്നെ അതിന്റെ ആ ഒരു ബ്ലെയിം ഷർണിയുടെ തലയിലേക്ക് ഇട്ടുവെന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. എന്നുവെച്ചാൽ ബേസിക്കലി ജിൻഡോയുടെ തലയിലേക്ക് കയറുകയാണ്. ഇതിലൊന്നും ഒരു തെളിവും ഇല്ല, വാലിഡേഷനും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഇത്രയും സമയം ഇതിനകത്ത് ഇരിക്കുന്ന നമ്മളൊന്നും കേട്ടിട്ടില്ല ജിൻഡോ ഇങ്ങനെയൊന്നും പറയുന്നത്. പിന്നെ ജിൻഡോ പറഞ്ഞിട്ടുണ്ടെന്നും അറിയത്തില്ല, അത് നമ്മൾ എടുത്ത് നോക്കേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ ജാസ്മിനെ പോലത്തെ ബ്രിട്ടീഷ് ക്രീമോളിനെയൊക്കെ ഈ ഒരു ഷോയിൽ കയറ്റിയ ബിഗ് ബോസിനെ പറഞ്ഞാൽ മതി. നാണക്കേടിന് എന്തെങ്കിലും ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് ജാസ്മിനും ഗബ്രിക്കും കൊടുക്കണം. അത്രയ്ക്ക് ഉളുപ്പില്ലാത്ത 2 എണ്ണങ്ങൾ, എന്റെ ദൈവമേ. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, വന്നവനും നിന്നവനും പോയവനും ഒക്കെ എതിർത്ത് നിൽക്കുന്ന സ്ഥിതിക്ക് ഈ കഥയിലെ നായകൻ നമ്മുടെ ജിൻഡോ തന്നെ. രജിത് കുമാറിന്റെ അല്ലേ ശിഷ്യൻ, ഇത്രയും ചെയ്യണ്ടേ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാല്? 1 man ആർമി ജിൻഡോ വേഴ്സസ് ബേബി ഹൗസ്. യഥാർത്ഥ ഗെയിം ഇനിയാണ് ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് ക്രീമോളിയും പുന്നാരമോൻ ഗബ്രി ഇനിയും കുറെ വെള്ളം കുടിക്കും. കുടിച്ചില്ലെങ്കിൽ ജിൻഡോ കുടിപ്പിക്കും. അതാണ് ഞങ്ങളുടെ മല്ലയ്യ. നിങ്ങൾ നോക്കിയോ, പ്രേക്ഷകരും ജിൻഡോയുടെ കൂടെ നിൽക്കും. പിന്നെ ഗബ്രി ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. നീ ഇവിടുന്ന് പുറത്താവുന്ന ദിവസം ഇവിടെ ഞാൻ ദീപാവലി ആഘോഷിക്കുമെന്ന്. ഗബ്രി പുറത്താവുന്ന ദിവസം അവിടെ ജിൻഡോ ഒരു ആഘോഷം അങ്ങ് ആഘോഷിക്കും. അത് കണ്ട് നിക്കക്കളി ഇല്ലാത്ത അവസ്ഥയാണ്. അവിടെ നോക്കിക്കോ.